ഇൻസ്റ്റഗ്രാം റീലുകൾ സോഷ്യൽ മീഡിയ അടക്കി വാഴുന്ന കാലമാണിതല്ലേ. പല സിനിമ ഡയലോഗുകളും പാട്ടുകളും പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള പ്രചാരമാണ് ഇൻസ്റ്റഗ്രാം റീലുകളിലൂടെ നേടുന്നത്. സാധാരണ പുതിയതായിട്ട് ഇറങ്ങുന്ന ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ട്രെൻഡിങ് ആവുന്നതെങ്കിലും ഇൻസ്റ്റഗ്രാമിലെ റീലുകൾ ആ പതിവുകളൊക്കെ തെറ്റിക്കാറുണ്ടല്ലേ. കേട്ടുമറന്നു തുടങ്ങിയ പഴയ കാലത്തെ പാട്ടുകൾ വരെ റീലുകളിലൂടെ വീണ്ടും ആരാധകരെ തേടുകയാണ്. ഷോർട്ട് വീഡിയോകൾക്ക് ഏറ്റവും അനുയോജ്യമായ അർത്ഥവ്യാപ്തിയുള്ള വരികൾ തന്നെ തിരഞ്ഞെടുക്കുന്നത് ആ പാട്ടിനോടുള്ള ഇഷ്ടം പോലും കൂട്ടുന്നുണ്ടല്ലേ. എങ്കിലും ഡാൻസ് നമ്പറുകൾക്കാണ് എപ്പോഴും ആരാധകർ ഏറെയുള്ളത്. ഈ 2024 അത്തരത്തിൽ ഇൻസ്റ്റഗ്രാം അടക്കി വാണ ചില റീൽ സോങ്ങുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടാലോ. രജനികാന്ത് ചിത്രം വെട്ടയ്യാനിൽ സ്റ്റൈൽ മന്നനോടൊപ്പം മഞ്ജു വാര്യർ ചുവടുവെച്ച മനസ്സിലായോ എന്ന പാട്ട് കൊടുങ്കാറ്റ് പോലെ ആയിരുന്നു അല്ലേ. ഇപ്പോഴും ട്രെൻഡിങ് ലിസ്റ്റിൽ തന്നെയുണ്ട് ഈ മനസ്സിലായോ സോങ്. മലയാളവും തമിഴും ഇടകലർത്തിയുള്ള വരികൾ കൂടി ആയതോടെ പാട്ടിനുള്ള വീര്യം കൂടി. ചുമപ്പ് സാരിയും കൂളിംഗ് ഗ്ലാസും ധരിച്ച് ഗാനരംഗത്തിലെ മഞ്ജുവിന്റെ അതേ സ്റ്റൈലിലാണ് സോഷ്യൽ മീഡിയ ഈ പാട്ടിന് ചുവടുകൾ വെച്ചത്. അനിരുദ്ധ് രവിചന്ദ്രന്റെ സംഗീതത്തിൽ ഒരുങ്ങിയ ഗാനത്തിൽ AI-യുടെ സഹായത്തോടെ അന്തരിച്ച പ്രശസ്ത ഗായകൻ മലേഷ്യ വാസുദേവന്റെ ശബ്ദം ഉൾപ്പെടുത്തി എന്നതും ഈ ഗാനത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. ഈ വർഷം പുറത്തിറങ്ങിയ ഇന്ത്യൻ ചലച്ചിത്ര ഗാനങ്ങളിൽ ഇല്ലുമിനാറ്റിയോളം ശ്രദ്ധ നേടിയ മറ്റൊരു പാട്ടുണ്ടോ എന്നുള്ളത് ഡൗട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ആഘോഷവേളകളെല്ലാം ഇല്ലുമിനാറ്റി കീഴടക്കി. ഗാനരംഗത്തിലെ ചുവടുകൾ റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് കൊച്ചുകുട്ടികളടക്കം ഇൻസ്റ്റഗ്രാമിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കോടിക്കണക്കിന് കാഴ്ചക്കാരാണ് ഇല്ലുമിനാറ്റി റീലുകൾക്കുള്ളത്. ഡാൻസ് റീലുകൾ മാത്രമല്ല, പിറന്നാൾ ആഘോഷങ്ങളുടെയും വിവാഹങ്ങളുടെയും ഒക്കെ ഷോർട്ട് വീഡിയോകളിൽ ഇലുമിനാറ്റി ഇടം പിടിച്ചു. ഇതിനൊക്കെ അപ്പുറം വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റിൽ സ്പാനിഷ് താരം കാർലോസ് അൽക്കാരിസിന്റെ പ്രകടനം ഇലുമിനാറ്റി പാട്ടിന്റെ അകമ്പടിയോടെ മത്സരത്തിന്റെ ഔദ്യോഗിക പേജിൽ പങ്കുവച്ചതോടെ രാജ്യാന്തര തലത്തിലും ഇലുമിനാറ്റി പ്രശസ്തി നേടി. ഒതളങ്ങിയ തുരുത്ത് എന്ന വെബ് സീരീസിലെ വണ്ടിനെ തേടും ഞാനൊരു പൂവിൻ മൊട്ട് എന്ന പാട്ട് കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലെ. ഇൻസ്റ്റഗ്രാം ഗാനം ഏറ്റെടുത്തതോടെ ഒരു ചലച്ചിത്ര ഗാനം അല്ലാതിരുന്നിട്ട് കൂടി പാട്ട് സൂപ്പർ ഹിറ്റ് ആവുകയായിരുന്നു. തമാശ രൂപത്തിലുള്ള റീലുകൾക്കും കുട്ടികളുടെ ക്യൂട്ട് വീഡിയോകൾക്കും എല്ലാം തന്നെ പശ്ചാത്തലമായിട്ട് പാട്ട് കൂടുതൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് റീലുകളാണ് ഈ പാട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയത്. സ്വന്തം ശൈലിയിൽ പാട്ട് റീക്രിയേറ്റ് ചെയ്തവരും ഏറെയാണ്. രജിത് പ്രകാശാണ് ഈ പാട്ട് എഴുതി സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അഖിലേഷ് രാമചന്ദ്രനും രഹ്ന ഷാഹ്സുമാണ് ഗായകർ. ഇന്ന് ഈ പാട്ട് കേൾക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ. രസികൻ എന്ന സിനിമ ഇറങ്ങിയ കാലത്ത് ജനിച്ചിട്ടില്ലാത്ത പുതുതലമുറയ്ക്ക് വരെ അതിലെ ഹര 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 ശങ്കര എന്ന പാട്ട് ഇപ്പോൾ സുപരിചിതമാണ്. പ്ലേലിസ്റ്റിൽ നിന്നും മാഞ്ഞു തുടങ്ങിയിരിക്കുന്ന പാട്ട് ദിവസങ്ങൾ കൊണ്ട് ഇൻസ്റ്റഗ്രാം കീഴടക്കി എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ. ഒപ്പമുള്ള വ്യക്തി അറിയാതെ പിന്നിൽ നിന്ന് പാട്ടിനൊപ്പം ചുവട് വെച്ച് ഞെട്ടിക്കുന്നതാണ് ഒന്നാം കുന്നിൽ റീലിന്റെ ശൈലി. സുഹൃത്തുക്കളെയും അധ്യാപകരെയും കൂട്ടുകാരെയും ഒക്കെ ആളുകൾ പാട്ടിന്റെ കൂട്ടുപിടിച്ച് ഞെട്ടിച്ചപ്പോൾ ഷൈനികമടക്കമുള്ള സെലിബ്രിറ്റികളെ പോലും ചിലർ വെറുതെ വിട്ടില്ല. ചിരി പടർത്തുന്ന വീഡിയോകളിലൂടെ പാട്ട് വീണ്ടും പ്ലേലിസ്റ്റുകളിൽ സജീവമായിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞാലും ഫീലിങ്സുമായാണല്ലേ. ഇൻസ്റ്റഗ്രാമിന്റെ നിലവിലെ അവസ്ഥ ഇതാണ്. അല്ലു അർജുൻ ചിത്രം പുഷ്പ 2 ഫീലിങ്സ് എന്ന പാട്ടിന്റെ രംഗങ്ങൾ അതേപടി അനുകരിച്ചുകൊണ്ടുള്ള 10,000-കണക്കിന് റീലുകളാണ് ഇൻസ്റ്റഗ്രാം നിറയെ. ഇൻസ്റ്റയിലെ ടോപ്പ് ഇൻഫ്ലുവൻസർമാർ അടക്കം പാട്ടിന്റെ ആരാധകരായി മാറിക്കഴിഞ്ഞു. സാധാരണ പാട്ടുകളുടെ ഏതാനും വരികളാണ് ട്രെൻഡിങ് ആകുന്നതെങ്കിൽ ഫീലിങ്സിലെ എല്ലാ ഭാഗങ്ങളും റീലുകൾക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്നതും ഈ ഒരു പാട്ടിന്റെ പ്രത്യേകത തന്നെയാണ് കേട്ടോ. ദശലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ആണ് ഓരോ വീഡിയോകൾക്കും ലഭിക്കുന്നത്. പാട്ടിലെ മലയാളം വരികൾക്ക് മാത്രം പ്രത്യേകമായിട്ട് ആരാധകർ പോലുമുണ്ട്.